നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സിൻ്റെയും ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി പോൾ ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? സ്ഥിരം ചോദ്യമാണ്. ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ് ഏത്? ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടെ കടന്നു പോകുന്ന രേഖ ഏതാണെന്ന് ചോദിച്ചാലും അതേത് തന്നെയാണ്, ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖ. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ 8 സംസ്ഥാനങ്ങളിലൂടെ. ഉത്തരായന രേഖ ഏതാ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് ഈ 8 സംസ്ഥാനങ്ങൾ? അതിനൊരു കോഡുണ്ട്, ഓർത്ത് വെച്ചാൽ മതി. MGRഉം MTയും ചേർന്ന് JCB വാങ്ങി എന്നോർത്താൽ മതി. MGRഉം MTയും ചേർന്ന് JCB വാങ്ങി. ഈ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. M മധ്യപ്രദേശ്, G ഗുജറാത്ത്, R രാജസ്ഥാൻ. ഈ MTയില് മിസോറാമും ത്രിപുരയുമാണ് ഉൾപ്പെടുന്നത്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ. അപ്പോൾ MGRഉം MTയും ചേർന്ന് എന്ത് വാങ്ങി? JCB വാങ്ങി. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, മിസോറാം, ത്രിപുര, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ. ഇനി ഉത്തരായന രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണ്? കൊൽക്കത്തയാണ് ഉത്തരായന രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ സിറ്റി. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സുകൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, കമ്പനി LGS അടുത്ത വർഷം വരാനിരിക്കുന്ന സുവർണ അവസരങ്ങളാണ്. കൂടാതെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന ഫയർമാൻ, ഫയർ വുമൺ, 10th പ്രിലിംസ് പരീക്ഷ, സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം, 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ലിമിറ്റഡ് പീരീഡിലേക്ക് കോഴ്സ് ഫീസിൽ 1 ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. കൂടാതെ കോഴ്സിൽ തന്നെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK, ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. എക്സാം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ ഉള്ള പാക്കേജ് ആണ്. ഒറ്റ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. കറണ്ട് അഫയേഴ്സിന് സെപ്പറേറ്റ് കോഴ്സ് അങ്ങനെ ഒന്നുമില്ല. എല്ലാം കൂടി ചേർന്നതാണ്. നിങ്ങൾക്ക് ഓരോ കോഴ്സ് എടുക്കുമ്പോഴും ഇതിനകത്ത് എല്ലാത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സ്റ്റഡി പ്ലാനോട് കൂടിയാണ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് കാണപ്പെടുന്ന വരകളാണ് ഏത്? അക്ഷാംശ രേഖകൾ. അപ്പോൾ ഏറ്റവും നീളമേറിയ അക്ഷാംശ രേഖ ഏത് തന്നെയാണ്? ഭൂമധ്യരേഖയാണ് ഏറ്റവും നീളമേറിയ അക്ഷാംശ രേഖ. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രേഖയാണ് ഏത്? ഭൂമധ്യരേഖ. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. അപ്പോൾ 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. അങ്ങനെയാണെങ്കിൽ 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖ എന്ത് പറയും? ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂമധ്യരേഖ എന്നറിയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖയാണ് 0 ഡിഗ്രി രേഖാംശ രേഖ. ഇന്ത്യയിൽ ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ സിറ്റി ഏതാ? ചെന്നൈ ആണ്. നേരത്തെ കൊൽക്കത്തയുടെ ഫാക്ട് എന്താ പറഞ്ഞത്? ഉത്തരായന രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ സിറ്റി കൊൽക്കത്തയാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണ്? ചെന്നൈ ആണ്. ചെന്നൈ. ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് ആണ് ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശം.
ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം ഏതാ? തൂത്തുക്കുടിയാണ് ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം എന്ന് ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏത്? നർമ്മദയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുതേതാണ്? നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയാ? നർമ്മദയും താപ്തിയുമാണ്. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് നർമ്മദ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കലാ നിരകളിൽ നിന്ന്. നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? നർമ്മദ. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദിയാണ് ഏത്? നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും, BSc പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദിയാണ് ഏത്? നർമ്മദ. നർമ്മദ നദിയുടെ നീളം എത്രയാണ്? 13-12 കിലോമീറ്റർ എന്ന് ഓർത്താൽ മതി. 1312 കിലോമീറ്റർ, അതായത് 13-12 കിലോമീറ്റർ. ഇനി വിന്ധ്യാനിരകൾക്കും സത്പുരാ നിരകൾക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? നർമ്മദ. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ്? ഹിരൺ, ബഞ്ചർ, ഷേർ, താവ. ഹിരൺ ഏത് നദിയുടെ പോഷക നദി? നർമ്മദാ നദിയുടെ പോഷക നദി. ഷേർ ഏത് നദിയുടെ പോഷക നദി? നർമ്മദാ നദി. താവ, ബഞ്ചർ എന്നിവ നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികളാണ്. ഇനി നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാ? സർദാർ സരോവർ, ഓംകാരേശ്വർ, ഇന്ദിരാസാഗർ. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? നർമ്മദാ നദിയിലാണ്. ഓംകാരേശ്വർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ്. ഇന്ദിരാസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ്. അപ്പൊ മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നർമ്മദ. ഇനി പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ട നദി ഏതാ? അതും നർമ്മദയാണ്. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ട നദി ഏതാണ്? നർമ്മദ. അടുത്ത ചോദ്യം, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സാങ്പോ. അരുണാചൽ പ്രദേശിലോ? ദിഹാങ്. അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്നറിയപ്പെടുന്ന നദി ഏത്? ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരില? ജമുന എന്ന പേരിലാണ്. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിൽ, അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിൽ, ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? അരുണാചൽ പ്രദേശും അസമുമാണ്. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? അരുണാചൽ പ്രദേശ്, അസം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്തുള്ള ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്തുള്ള ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ചുവന്ന നദി, പുരുഷ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണെന്ന് ഓർക്കുക. ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാ? ലോഹിത്, മാനസ്, സുബൻസിരി, ടീസ്ത, ദിബാങ്, കോലോങ് എന്നിവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ. ലോഹിത്, മാനസ്, ടീസ്ത, സുബൻസിരി, കോലോങ്, ദിബാങ് എന്നിവ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പൊ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്.
ഏറ്റവും മലിനീകരണം കുറഞ്ഞ ഹിമാലയൻ നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാ? സുബൻസിരിയാണ് ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വേഗതയുള്ള പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ ടീസ്തയാണ്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന തീസ്ത നദിയാണ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വേഗതയുള്ള പോഷക നദി. ഓക്കെ, അപ്പൊ ചോദ്യം ഇതായിരുന്നു, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്? മുംബൈ സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1885 ബോംബെയിലാണ്. ബോംബെ. സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1906. ഏത് കോൺഗ്രസ് സമ്മേളനം? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം 1906. ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് സമ്മേളനം കാക്കിനാഡ സമ്മേളനം. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. കാക്കിനാഡ സമ്മേളനം വർഷം 1923. ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കാക്കിനാഡ സമ്മേളനം വർഷം 1923. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം. സ്ഥിരം ചോദ്യം. വർഷം 1929. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു. മൗലിക അവകാശങ്ങളെ പറ്റി പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കറാച്ചി സമ്മേളനം. വർഷം 1931. അപ്പൊ മൗലിക അവകാശങ്ങളെ പറ്റി പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്? കറാച്ചി സമ്മേളനം. വർഷം 1931. അടുത്ത ചോദ്യം, 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? VK കൃഷ്ണമേനോൻ ആയിരുന്നു. VK കൃഷ്ണമേനോൻ. ഏറ്റവും കൂടുതൽ കാലം പോർച്ചുഗീസ് കോളനിയായിരുന്ന പ്രദേശമാണ് ഗോവ. ഗോവ വിമോചനത്തിനായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താ? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് എന്നതാണ് ഗോവ വിമോചനത്തിനായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി. ഇൻഡോ ചൈന യുദ്ധ സമയത്ത്, അതായത് 1962 ഇൻഡോ ചൈന യുദ്ധം നടന്നത്. ഇൻഡോ ചൈന യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? VK കൃഷ്ണമേനോൻ ആയിരുന്നു. VK കൃഷ്ണമേനോൻ. അങ്ങനെയാണെങ്കിൽ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നില്ലേ? ആ സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? YB ചവാൻ. YB ചവാൻ ആയിരുന്നു 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു. ആ സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ജഗ്ജീവൻ റാം ആയിരുന്നു 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി. 1999 കാർഗിൽ യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു 1999 കാർഗിൽ യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി. പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് ആര്? VK കൃഷ്ണമേനോൻ. അപ്പൊ രണ്ടാമത്തെ മലയാളി ആരാ? പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി ആരാണ്? AK ആന്റണിയാണ്. AK ആന്റണി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. ഞാൻ പറഞ്ഞ ഫാക്ട്സ് മിക്കതും PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ്. ഇപ്പൊ ഒരൊറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് 2 മാർക്കോളം പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.